നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് കപ്പക്കാട് കോളനിയിൽ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും. ശക്തമായ കാലവർഷപ്പെയ്ത്തിൽ പ്രദേശവാസികൾക്ക് ആശങ്കയായി കമാൻ മുഖം. ഗീതാ ഗോപി MLAയുടെ ഇടപെടലിൽ അടിയന്തരമായി താൽക്കാലിക ബണ്ട് നിർമ്മിച്ചു. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ ക്ഷേമ പ്രവർത്തനങ്ങൾ താറുമാറാക്കിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കുന്നതിനും എതിരെയായിരുന്നു പ്രതിഷേധം. UDF സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പാറളത്ത് നടന്നത്. അമ്മാടം സെന്ററിൽ നിന്ന് പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം നമ്മുടെ നാട്ടുപുറങ്ങളിലെ ഗ്രാമീണ മേഖലയിലെ സമസ്ത ജനവിഭാഗങ്ങൾക്കും അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, ജാതി മതമൊന്നുമില്ല, ഒരു വിഭാഗീയതകളുമില്ല, എല്ലാവരും അതീതമായിക്കൊണ്ട് മുഴുവൻ ആളുകൾക്കും അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ. പാവപ്പെട്ട മനുഷ്യന്, നിർദ്ധനായ ഒരാൾക്ക് ഒരു വീട് പണിയാൻ പൈസ കിട്ടി, അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ബാക്കി നിൽക്കേണ്ട വന്നാലേ എന്ത് രാഷ്ട്രീയം? ആ വീട് പണി പൂർത്തിയാക്കേണ്ട കാശ് വേണ്ടേ? ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഏത് കാര്യം എടുത്ത് നോക്കിയാലും അതൊക്കെ അതിൻ്റെ ആദ്യത്തെ മുഴുവൻ ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. എല്ലാ കാലത്തും കുറെ ആളുകൾ ത്യാഗം സഹിക്കാൻ തയ്യാറാവും, സമരത്തിൽ വരും, പ്രക്ഷോഭത്തിൽ വരും, മറ്റാൾക്കാരുടെ ആനുകൂല്യങ്ങളോ മറ്റു കാര്യങ്ങൾ അനുഭവിച്ചു പോകാനും കുഴപ്പമില്ല. അപ്പൊ ഈ വിഷയം ജനകീയ വിഷയമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന വ്യാപകമായി ഉന്നയിക്കുന്ന വിഷയം പൂർണ്ണമായും ജനകീയ വിഷയമാണ്. ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് പുറമെ ഇവിടെ പങ്കെടുക്കാതിരിക്കുന്ന ആളുകൾ മാനസികമായി യോജിപ്പുള്ളവർ, പല കാരണങ്ങൾ വരാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഈ സമരത്തിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഇവിടെ പഞ്ചായത്തിൽ ഭൂരിപക്ഷമൊന്നും ഇല്ലാതെ ഒരു കക്ഷി ഭരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2.5 മാസക്കാലം എന്ത് ചെയ്യാനാണ് പറ്റിയിട്ടുള്ളത്? അതിന് മറ്റൊരു സാധനം എന്ത് ഈ പഞ്ചായത്തിന് വണ്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ കെട്ടുകൊടുത്ത് നടക്കാം, തേരാപ്പാല വേറെ ഒന്നും നടക്കാൻ ചെയ്യാൻ കഴിയും. PB ഷാജൻ അധ്യക്ഷനായി. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി രാജേന്ദ്ര ബാബു, AT പോൾസൺ, സുഭാഷ് മാരാത്ത, PV സുബ്രഹ്മണ്യൻ, TG വിനയൻ, AC അനിൽകുമാർ, ജെയിംസ് P പോൾ എന്നിവർ സംസാരിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് കപ്പക്കാട് കോളനിയിൽ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും. കോൺഗ്രസ് പാറളം മണ്ഡലം പ്രസിഡന്റ് ടോണി ചിറയത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വെള്ളക്കെട്ട് മേഖല സന്ദർശിച്ചു. വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന കപ്പക്കാട് കോളനി നിവാസികൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ടോണി ചിറയത്ത് ആവശ്യപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിനൊപ്പം MP, MLA, പാർലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നിവർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പാർലം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടോമി പെല്ലിശ്ശേരി, സന്തോഷ് കുമാർ സെൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി മാത്യു, പാർലം പഞ്ചായത്ത് അംഗങ്ങളായ റിൻസി ജൂബി, നിഖിൽ പള്ളിപ്പുറം, റോസ്മേരി അപേഷ്, റിൻസി ഷാബു, മണ്ഡലം നേതാക്കളായ CO ജോൺസൺ, PP ജിജോ, KO ഡേവിസ്, രാധാകൃഷ്ണൻ എന്നിവർ വെള്ളക്കെട്ട് പ്രദേശം സന്ദർശിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. വെള്ളക്കെട്ട് തടയുവാൻ ഭിത്തി നിർമ്മിക്കുക, കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യുക, റോഡ് ഉയർത്തുക, തരിശുകിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കുക,
മീൻ വളർത്തുന്ന പാടശേഖരം മഴയ്ക്ക് മുൻപ് ചീപ്പ് തുറന്ന് വെള്ളം ഒഴുക്കിവിടുക, അടിയന്തരമായി കുടിവെള്ളം എത്തിക്കുക, വെള്ളം കയറി നാശനഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സന്ദർശക സംഘം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ശക്തമായ കാലവർഷപ്പെയ്ത്തിൽ പ്രദേശവാസികൾക്ക് ആശങ്കയായി കമാൻ മുഖം. ഗീതാ ഗോപി MLAയുടെ ഇടപെടലിൽ അടിയന്തരമായി താൽക്കാലിക ബണ്ട് നിർമ്മിച്ചു. ശക്തമായ നീരൊഴുക്കാണ് കമാൻഡ് മുഖത്തുള്ളത്. കുത്തിയൊഴുകി വരുന്ന മഴവെള്ളം മേഖലയിൽ കനത്ത വെള്ളക്കെട്ട് സൃഷ്ടിക്കുമെന്ന ഭീതിയാണ് നിലനിന്നിരുന്നത്. പ്രദേശവാസിയാണ് ഇക്കാര്യം ചീർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് ഇക്കാര്യം ഉടൻ തന്നെ MLAയെ അറിയിക്കുകയായിരുന്നു. വിവരം അറിഞ്ഞ ഉടൻ ഗീതാ ഗോപി MLA സ്ഥലം സന്ദർശിക്കുകയും ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്ക് വിവരം കൈമാറുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ഷട്ടർ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ സജീർ, നാട്ടുകാർ എന്നിവരും വെള്ളക്കെട്ട് ഭീഷണിയെക്കുറിച്ച് MLAയെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷട്ടർ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ MLA നിർദ്ദേശം നൽകി. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തെ താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സുജിത് കുമാറാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഭരണസമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. 18ാം വാർഡ് മെമ്പർ MH സജീർ, KV ലോഹിതാക്ഷൻ തുടങ്ങിയ മെമ്പർമാർ പ്രമേയത്തെ പിന്തുണച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR സിദ്ധാർത്ഥൻ, ക്രിസ്റ്റീന ടീച്ചർ, പ്രിയലത പ്രസാദ്, MB ജിജു, അനിത അനിലൻ, PH ഉമ്മർ, ബൈജു സെന്റ് ജോൺ, സെക്രട്ടറി മുംതാസ് എന്നിവർ സംസാരിച്ചു. MLA നമ്മുടെ കൂടെ വന്നു, ആരോഗ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാനൊക്കെ വന്നു. പക്ഷെ ഈ കാര്യത്തെ പറ്റി നിയമസഭയിൽ MLA സംസാരിക്കാത്ത പക്ഷം ഇത് താലൂക്ക് ആശുപത്രിയായിട്ട് ഒരിക്കലും ഉപയോഗിക്കില്ല. അപ്പൊ അതിനുള്ള സമ്മർദ്ദം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഈ ഭരണസമിതി. അതിനു വേണ്ടി ഇപ്പൊ ഈ ആശുപത്രിയെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപാട് സമരത്തിന് ഈ ആശുപത്രിയിലെ താലൂക്ക് ആശുപത്രിയെ കൊടുക്കാനും ഡോക്ടർമാരുടെ കഷ്ടപ്പാടും ഒക്കെ ഒരുപാട് സമരങ്ങൾ ചെയ്ത ആളുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ഭരണസമിതിയുള്ള ഈ സമയത്തെങ്കിലും നമുക്കിത് താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൂടിയൊരു വീഴ്ചയായിട്ട് അത് കണക്കാക്കപ്പെടും. ഈ പ്രമേയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആശുപത്രിയുടെ വികസനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറയും. ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറിച്ച UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ചേർപ്പിൽ LDF പ്രതിഷേധം. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPI സംസ്ഥാന കൌൺസിൽ അംഗവും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അത് 4-1 5-1 ആയിട്ട് വെട്ടി ചുരുക്കി. LDF സർക്കാർ നൽകിയിരുന്ന 692 കോടി പ്ലാൻ ഫണ്ടിൽ നിന്ന് 112 ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ അതിഭീമമായ വ്യത്യാസമാണ് പഞ്ചായത്തുകൾക്ക് നൽകുന്ന പ്ലാൻ ഫണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊരൊറ്റപ്പെട്ട കാര്യമല്ല. ഇനി വരുന്ന ആളുകളിൽ പഞ്ചായത്തുകളുടെ എല്ലാ വികസനങ്ങളെയും ഇതുപോലെ ബാധിക്കാൻ പോവുകയാണ്. കാരണം എന്താണ്? UDF ആഗ്രഹിക്കുന്നത് അധികാരം കേന്ദ്രീകരിച്ചെടുക്കുക, സംസ്ഥാന സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുക. അങ്ങനെ കേന്ദ്രീകരിച്ച അധികാരത്തിന്റെ മറവിൽ സംസ്ഥാനത്തിന്റെ മേഖലകൾ മുഴുവൻ സ്വകാര്യ മുതലാളിമാർക്ക് വിൽക്കുക. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇപ്പൊ കേരളത്തിൽ പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ UDF എന്താ ചെയ്യുന്നത്? LDF എന്താ ചെയ്തുകൊണ്ടിരുന്നത്? LDF തിരുവനന്തപുരത്ത് അതിന് പ്രത്യേകമായ വാർ റൂം ആരംഭിച്ചു, പ്രത്യേകമായ സംവിധാനം ആരംഭിച്ചു. ദിവസവും കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. ഇവിടെ അത് നടക്കുന്നില്ല. UDF അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തോളും, സർക്കാരിന് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായി. ലോഹിതാക്ഷൻ, M. മധു, PS അനന്ത്, നാരായണദാസ്, ഷക്കീല അമീർ, AV സഹദേവൻ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയുമായി LDF.
ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. CPIM ചെയർപ് ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ES പ്രതീഷ് അധ്യക്ഷനായി. CS സംഗീത്, VG വനജകുമാരി, KA പ്രദീപ്, KN രാജൻ, KP പ്രസാദ്, PM ഭരതൻ, ശ്രുതി സനീഷ്, നിത്യ ജയരാജൻ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായുള്ള ദീർഘദൂര ഓട്ട മത്സരങ്ങൾ നടന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ അധ്യക്ഷയായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, പഞ്ചായത്ത് മെമ്പർമാരായ അനിത ശൈലേന്ദ്രൻ, രശ്മി സുരേന്ദ്രൻ, സരോജിനി സുധാകരൻ, വിൻസൻ പിടിയത്ത്, ഓണാഘോഷ കമ്മിറ്റി കൺവീനർ KG ജിബിൻ, ട്രഷറർ TG ദാസൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ശങ്കർജി, K ബാബുരാജൻ, TP ഹൈൻസ്, TG രാജൻ, NV അജിതൻ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. ദീർഘദൂര ഓട്ട മത്സരത്തിൽ സാൻഡ്രോസ് വല്ലച്ചിറയുടെ PV അക്ഷയ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. സാൻഡ്രോസ് വല്ലച്ചിറയുടെ PV അനയ് 2ാം സ്ഥാനത്തെത്തി. ന്യൂ ഫ്രണ്ട്സ് വല്ലച്ചിറയുടെ KP സുധീഷനാണ് 3ാം സ്ഥാനം. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറ പുത്തിരി നിവേദ്യം ചടങ്ങ് ഭക്തി നിർഭരം. പൂജിച്ച നെൽക്കതിരുകളും പുത്തിരി പായസവും ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഉത്രട്ടാതി നക്ഷത്രം കർക്കിടക രാശിയിൽ തിങ്കളാഴ്ച രാവിലെ 5:40-നും 6:20-നും മധ്യേ ഇല്ലം നിറ പുത്തരി ചടങ്ങുകൾക്ക് തുടക്കമായി. കൊയ്തെടുത്ത നെൽക്കതിരുകൾ ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരനടയിൽ എത്തിച്ചു. തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രതിനിധി സമർപ്പിച്ച കതിർക്കറ്റകൾ തൃക്കോൽ മൂത്തന്മാർ ശിരസിലേറ്റി ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തു. കുത്തുവിളക്കം ഇടവിട്ടുയർന്ന ശംഖുനാദവും പ്രദക്ഷിണത്തിന് അകമ്പടിയേകി. പ്രദക്ഷിണത്തിന് ശേഷം കതിർക്കറ്റകൾ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിൽ സമർപ്പിച്ചു. തുടർന്ന് മുഖമണ്ഡപത്തിൽ ഗണപതി പൂജ നടത്തി. ഗണപതി പൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി KPC കൃഷ്ണൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തീർത്ഥം തളിച്ച് കതിർക്കറ്റകൾ ശുദ്ധിവരുത്തി. തുടർന്ന് കതിർക്കറ്റകൾ ആൽ, മാവ്, അല്ലി, നെല്ലി എന്നീ ഉത്തമ വൃക്ഷങ്ങൾക്കൊപ്പം വെച്ച് ലക്ഷ്മി പൂജ നടത്തി. നാടിന്റെ ഐശ്വര്യത്തിനും ധനധാന്യ സമൃദ്ധിക്കുമായിരുന്നു ലക്ഷ്മി പൂജ. പൂജയ്ക്ക് ശേഷം നെൽക്കതിരുകൾ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലുകളിൽ സമർപ്പിച്ചു. ഉച്ചപൂജയ്ക്ക് ഉപ്പുമാങ്ങ, പത്തിലക്കറി എന്നിവയോടുകൂടി പുത്തരി പായസം നിവേദിച്ചു. തുടർന്ന് ശ്രീഭൂതബലിയും നടന്നു. പൂജിച്ച നെൽക്കതിരുകളും പുത്തരി പായസവും ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. പൂജിച്ച കതിരുകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും വയ്ക്കുന്നത് ഐശ്വര്യം കൈവരുത്തുമെന്നാണ് വിശ്വാസം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പെരുവനം മഹാദേവ ക്ഷേത്രത്തിലെ ഇല്ലം നിറ പുത്തരി ചടങ്ങുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. കേരള ക്ഷേത്ര വാദ്യകല അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പെരുവനം മഹാദേവ ട്രസ്റ്റിലായിരുന്നു കൺവെൻഷൻ. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു. കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പരമേശ്വരൻ അധ്യക്ഷനായി. പെരുവനം സതീശൻ മാരാർ, കീഴൂട്ട് നന്ദനൻ, ജയശങ്കർ രാജഗോപാൽ, പെരുവനം ശ്രീശങ്കർ, യദു എസ് മാരാർ എന്നിവർ സംസാരിച്ചു. ഇന്റർസോൺ സംസ്ഥാനതലം +2 പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ശക്തമായ മഴ നിലനിൽക്കെ പാറളം പഞ്ചായത്തിൽ വീടിനോട് ചേർന്ന് മണ്ണിടിച്ചിൽ. പാറളം പഞ്ചായത്ത് 5ാം വാർഡിൽ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. പാറളം പഞ്ചായത്ത് 5ാം വാർഡിൽ വെങ്ങടിശ്ശേരി ത്രിവേണിക്ക് സമീപം താമസിക്കുന്ന പ്രതിഭയുടെ വീടിനോട് ചേർന്നായിരുന്നു മണ്ണിടിച്ചിൽ. ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത്. സമീപത്തെ ഉയർന്ന ഭാഗത്തു നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് ഇവരുടെ വീടിന് സമീപത്ത് വരെയാണ് എത്തിയത്. മഴ ശക്തമായതോടെ രാത്രിയിൽ മണ്ണിടിച്ചിലിന് സാധ്യത നിലനിന്നതിനാൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങളും അധികൃതർ സ്വീകരിച്ചിരുന്നു. നടപ്പാത എന്ന ഹ്രസ്വചിത്രത്തിന്റെ സൗജന്യ പ്രദർശനം തൃശൂർ ശ്രീ തിയേറ്ററിൽ നടന്നു. SSA തൃശൂർ ഫിലിം പ്രൊഡക്ഷന്റെ ബാനറിൽ ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരിയുടേതാണ് കഥയും തിരക്കഥയും സംവിധാനവും. ഞായറാഴ്ച രാവിലെയാണ് നടപ്പാതയുടെ സൗജന്യ പ്രദർശനം നടന്നത്. ബഷീർ, സൈനബ എന്നീ കഥാപാത്രങ്ങളുടെ സംഭവബഹുലവും ഹൃദയസ്പർശിയുമായ കഥ പറയുകയാണ് നടപ്പാത എന്ന ചിത്രം. സി രമാദേവി, ദേവകി ശങ്കർ, ശ്രീലക്ഷ്മി കണ്ണൂർ, ശങ്കർദേവ്, സുരേഷ് കനവ്, ആരാധ്യ ദിലീപ്, ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി, അനുപമ മേനോൻ, അശ്വതി കൃഷ്ണ, ഷൺമുഖൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പ്രദർശന ചടങ്ങിൽ ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് അധ്യക്ഷത വഹിച്ചു. പുതിയ ചിത്രമായ തേവാച്ചിയുടെ പോസ്റ്റർ പ്രകാശനം മാസ്റ്റർ ഹൃദാൻ നിർവഹിച്ചു. പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു.
സിനിമാ പ്രവർത്തകരായ നന്ദകിഷോർ, സുകന്യ, ശ്രീദേവി, കപിൽ ചാഴൂർ, നിതീഷ് കെ നായർ, രാജേഷ് മണിക്കൻ, വിജയൻ മുറുക്കുപുഴ, ആര്യദേവി, അനുപമ മേനോൻ, അക്ഷര അജിത് എന്നിവർ സംസാരിച്ചു. കാലവർഷം കനത്തതോടെ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളായ 8 പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം. കാലവർഷം അതിശക്തമായതിന് പിന്നാലെ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ മുന്നറിയിപ്പ് ജലനിരപ്പായ 3.318 മീറ്റർ കടന്ന് 3.588 മീറ്ററായി ഉയർന്നിരിക്കുന്ന സ്ഥിതിയിലാണ്. ഇതേ തുടർന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കുന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളായ 8 പഞ്ചായത്തുകളിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ താഴ്ന്ന പ്രദേശങ്ങളായ കാറളം, അരിമ്പൂർ, പാറളം, അന്തിക്കാട്, മണലൂർ, ചാഴൂർ, ചേർപ്പ്, താന്യം എന്നീ പഞ്ചായത്തുകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രദേശത്തെ കോൾപടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യത നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് കപ്പക്കാട് കോളനിയിൽ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും. ശക്തമായ കാലവർഷപ്പെയ്ത്തിൽ പ്രദേശവാസികൾക്ക് ആശങ്കയായി കമാൻ മുഖം. ഗീതാ ഗോപി MLAയുടെ ഇടപെടലിൽ അടിയന്തരമായി താൽക്കാലിക ബണ്ട് നിർമ്മിച്ചു. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.